അതെ, ആശാൻ ഇതുവരെ ജീവിതത്തിൽ പ്രണയിച്ചിട്ടില്ല, വിവാഹവും കഴിച്ചിട്ടില്ല. അപ്പൊ പിന്നെ എന്റെ പ്രേമത്തെ കുറിച്ച് അഭിപ്രായം പറയാനും വരരുത്. എടാ, പ്രേമിക്കുമ്പോ തരക്കാരെ വേണം പ്രേമിക്കാൻ. എടാ, 10ാം ക്ലാസ്സിൽ 10 പ്രാവശ്യം തോറ്റ നീ MBBSകാരുടെ പിന്നാലെ നടന്നാല് ദൈവം പോലും കളിയാക്കി ചിരിക്കും. അതാണ് സത്യം. ദേ ആശാനെ, മതി. ഇനി എന്നെ ദേഷ്യം പിടിപ്പിച്ചാലുണ്ടല്ലോ, ആശാനാണോ കൂശാനാണോ ഞാൻ നോക്കത്തില്ല. ദേ, ഈ ചന്തുവിന്റെ ഉള്ളിൽ ഒരു കാമുകം മാത്രമല്ല, ഒരു ഗംഭീര കളിപ്പം കൂടി ഉണ്ടെന്ന് ആശാൻ മനസ്സിലാക്കിയ ആശാന് കൊള്ളാം. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട. എന്നെ നീ തല്ലുവെന്നാണോ ഉദ്ദേശിച്ചത്? എന്നാ തല്ലടാ, കാണട്ടാ ഞാൻ. എടാ വാടാ. വേണ്ട വേണ്ട. നിന്നെ ഞാനിന്ന് എന്താ ഇവിടെ? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഇങ്ങനെ എക്സസൈസ് ഒക്കെ. അതെ അതെ, ഓട്ടം വ്യായാമത്തിന് ബെസ്റ്റാണ് മോളെ. ഞാൻ ഇവനെ കൊണ്ട് വ്യായാമം ചെയ്യാൻ നോക്കുവാ അല്ലേ? അല്ല, മോളെന്താ ഇവിടെ? ഞാൻ വെറുതെ ചന്തുവിനെ ഒന്ന് കാണാൻ. അതെന്തിനാ? അത് കുന്തിന്. എന്റെ ആശാനെ, നിങ്ങൾക്ക് അകത്ത് വേറെ പണിയൊന്നുമില്ലേ? വയസ്സ് കുറെ ആയല്ലോ. ഒരു ചെറുപ്പക്കാരി ഒരു ചെറുപ്പക്കാരനെ കാണാനും മിണ്ടാനും പറയാനും വരുമ്പോ സ്പാനർ വിഴിഞ്ഞ പോലെ വടിയായിട്ട് നിന്നോണം. അതെ, ഔചിത്യം വേണം മനുഷ്യരായ, ഔചിത്യം. നീ വാ വിസ്മയ. അതെ, നമുക്ക് അങ്ങോട്ട് മാറി സംസാരിക്കാം. ഇവിടെ നിന്നാലേ ശരിയാവത്തില്ല. ചുറ്റിനും വായി നോക്കിയളാ. വാ, നീ വാ. ഷടാ, ഒരു നരുന്ത് പെണ്ണ് വന്ന് കയറിയപ്പം അവരൊരു ജാട നോക്ക്. എന്താ വിസ്മയെ, ഒട്ടും പ്രതീക്ഷിക്കാത്ത വരവാണല്ലോ. ഞാനിപ്പോ വന്നത് ഒരു അത്യാവശ്യ കാര്യം പറയാനാ. അല്ലെങ്കിൽ ഈ വർക്ക്ഷോപ്പിൽ ഞാൻ വരില്ലെന്ന് ചന്തുവിന് അറിയാലോ. ചന്തു എനിക്കൊരു സഹായം ചെയ്യണം. എപ്പോ ചെയ്തെന്ന് ചോദിച്ചാ മതി. ചങ്ക് പറിച്ചു തരണോ? കണ്ണ്, കാത്, മൂക്ക്, ചെവി, എന്ത് വേണമെങ്കിലും പറഞ്ഞോ. വിസ്മയ ചോദിച്ചാ ചന്തു സ്വന്തം കുടൽമാല ഊരിയെടുത്ത് വിസ്മയുടെ തലമുടി കെട്ടി അതിലൊരു പൂവും വെച്ചേരും. എന്താ വേണോ? ഓ ദയവേത് കൂടുതൽ കോമഡി പറഞ്ഞെന്നെ വിഷമിപ്പിക്കരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ തിരിച്ചു പൊയ്ക്കോളാം. അയ്യോ, സോറി. നീ പറഞ്ഞോ, ഞാൻ കേൾക്കാം. എന്തോ സീരിയസ് ആയ ഡിസ്കഷൻ ആണല്ലോ. എന്റെ ദൈവങ്ങളെ, ഇനി വല്ല ഒളിച്ചോടിപ്പോവലും ആയിരിക്കുമോ? എങ്കിൽ പിന്നെ നാളെ ഇവിടെ ഞാൻ പണിക്കാരെ കണ്ടുപിടിക്കേണ്ടി വരും. പോട്ടെ ആശാനെ, പിന്നെ കാണാം. ആയിക്കോട്ടെ, ശരി, പോട്ടെടാ. അവളെന്തിനാ എന്നെ ആശാനെന്ന് വിളിച്ചത്? ഞാൻ അവളെ കുടിപ്പള്ളിക്കൂടത്ത് വല്ലതും പഠിപ്പിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ ആശാനെ ഇങ്ങനെ കളിച്ചു നിൽക്കല്ലേ. ആ കുട്ടി സന്തോഷത്തിൽ വന്നൊരു കാര്യം പറഞ്ഞതാ, നല്ല കാര്യം. അവളെന്ത് പറഞ്ഞു? എന്താ ഇത്ര വലിയ സന്തോഷിക്ക? അവൾക്ക് എന്റെ കൂടെ എവിടേക്കെങ്കിലും ഒരു ടൂർ പോകണമെന്ന്. ടൂറോ? ആ, ഈ ചന്തുവും വിസ്മയും മാത്രമായിട്ടൊരു സാഹസികമായ റൊമാൻറ്റിക് ദീർഘയാത്ര. എങ്ങോട്ട്? അത് സീക്രട്ട്. അതെ, ഞങ്ങളുടെ ഈ റൊമാൻറ്റിക് യാത്രയുടെ ലക്ഷ്യം ഒരു കിഡ്നാപ്പിംഗാ. കിഡ്നാപ്പിംഗോ? ആ, നാളെ ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന കാര്യം ആശാൻ ആരോടും പറയാൻ നിൽക്കണ്ട. പറയോ? ഇല്ല. സന്തോഷം. ഇനി പ്രത്യേകിച്ച് ഞാനൊന്നും പറയണ്ടല്ലോ. എന്ത്? വിസ്മയ്ക്ക് എന്നോട് പ്രേമാണെന്ന്. ഇത് വേറെന്തോ തട്ടിപ്പ് പണിയാ. നാളെ അവളെ കൂടെ പോണ്ടതല്ലേ. ഇപ്പോഴേ ചെന്ന് കുളിക്കാൻ തുടങ്ങിയാലേ ഓയിലും ഗ്രീസും ഒക്കെ പോയി കിട്ടും. മോൻ പോയി 2 രാധാ സോപ്പ് കുളിക്കാൻ നോക്ക്. കഷ്ടം, ഇയാൾ ഇത്രയ്ക്ക് അൺറൊമാൻറ്റിക് ബൂർഷ്ടി ആയി പോയല്ലോ.
ഇയാളെ ആശാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ സമയമായി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.